ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് ഈ വീഡിയോ ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ്. ഇന്ന് എന്തൊക്കെയാണ് നടന്നത് ഒരു എത്തുപിടിയില്ല. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ദിവസമായിരുന്നു. ഹൈറച്ചോളികളുടെ ഈ ഒരു തട്ടിപ്പിന്റെ കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ ഇന്നൊരു വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് എന്നതാണ് പറയാം. ഇത്രയും ഇവർക്ക് പ്രതീക്ഷ നൽകിയിരുന്ന ഒരു വക്കീൽ ഇവരെ വിട്ടുപോയിരിക്കുകയാണ് എന്നുള്ളതാണ് ഒന്നാമതായിട്ടുള്ള കാര്യങ്ങൾ. അത് രാവിലെ തന്നെ നമ്മൾ അറിഞ്ഞൊരു കാര്യമാണ്. ഇന്നലെ തന്നെ നമ്മൾ അറിഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു കൺഫർമേഷൻ ഇന്ന് രാവിലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ഇതിൻ്റെയൊക്കെ പിന്നിൽ നമ്മളാണെന്ന് നിങ്ങൾ പറയും, അത് വേണ്ട, അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഇവർ കുറച്ച് കളവൊക്കെ പറയാൻ ശ്രമിച്ചപ്പോൾ നമ്മളത് പൊളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 22-ാം തീയതിക്കാണോ 24-ാം തീയതിക്കാണോ നിങ്ങൾക്ക് കേസ് മാറ്റി വെക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞു നമുക്ക് 24-ാം തീയതി മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ 24-ാം തീയതിക്ക് നമ്മുടെ ഈ ഒരു ഇതുണ്ടല്ലോ, നമ്മൾ നട്ടപ്പാതിരക്ക് ജോലി ചെയ്തത് തെറ്റാണ്, നട്ടപ്പാതിരക്ക് നമ്മളെ ഓർഡർ ഇട്ട് തെറ്റാണ് എന്ന് പറഞ്ഞ കാര്യം 24-ാം തീയതിക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 372-ാമത്തെ കേസാണ്. 372 ആരെങ്കിലും പോയിട്ട് വാദിക്കും? വൈകുന്നേരം വാദിച്ചു കഴിഞ്ഞാൽ സമയം ഉണ്ടാവില്ലല്ലോ. നമ്മളൊന്ന് വാദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കോടതി കിടുങ്ങും. കോടതി അങ്ങ് പൂട്ടാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വാദമായിരിക്കും നമ്മൾ നടക്കുക. പിന്നെ അവിടെയുള്ള ബെഞ്ച് ക്ലർക്കിനും മറ്റുള്ള ആൾക്കാർക്കൊന്നും വീട്ടിൽ പോകാൻ സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് വാദിക്കൂല നമ്മൾ തീരുമാനിച്ചായിരുന്നു. അപ്പോൾ പിന്നെ അത് ബെച്ചു സാറ് ഫയലെടുത്ത് ചാടുന്നതിനെടുക്കാൻ പറഞ്ഞത് അടുത്ത ട്യൂസ്ഡേ എന്ന് നോക്കിയിട്ട് പോലും ഇല്ല. എടുത്ത് ചാടുമ്പോൾ പറഞ്ഞ് അടുത്ത ട്യൂസ്ഡേ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. മക്കളെ, നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അധോഗതിയും വെള്ളിയാഴ്ച മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് ഒരിക്കൽ കൂടി പറയാണ്. ഈ കള്ള കമ്പനിയെ കുറിച്ച് കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അധോഗതിയും വെള്ളിയാഴ്ച മാത്രമേ ഉള്ളൂ. വക്കീൽ കൊടുക്കാൻ പോലും ഫീസ് ഇല്ലാത്ത ഒരു കമ്പനിയായി മാറിയിരിക്കുകയാണ്. ഈ കള്ളപ്പണം ഒളിപ്പിച്ചെടുക്കുന്ന ഒരു വിധത്തിൽ ഇവർക്ക് എടുക്കാൻ പറ്റാത്തൊരു കുടുക്കിലാണ് കുടുങ്ങിയിരിക്കുന്നത്. അപ്പോൾ കുഴൽപ്പണക്കാരെ സമീപിച്ചു, കള്ളപ്പണക്കാരെ സമീപിച്ചു, എല്ലാവർക്കും ഇന്ന് കുടുക്കാണ്. അപ്പോൾ പിന്നെ മാഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികഞ്ഞ മാഡാണല്ലോ. മാഡത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രതാപൻ സാർ ഒരാൾക്ക് 10 റുപ്യ കൊടുത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് പോയിട്ട് അയാളിന് 8 റുപ്യ മാറ്റിയിട്ട് 2 റുപ്യ കൊടുക്കുന്ന മാഡാണ്. അപ്പോൾ ഇതിൽ ഒട്ടും തന്നെ വിശ്വസിക്കാൻ പറ്റില്ല. 25 ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ അതിൽ എത്രയാണ് മാഡത്തിൻ്റെ കമ്മീഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് മക്കളെ. നിങ്ങൾക്ക് അറിയാത്തൊരു ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും നമുക്ക് പറഞ്ഞു തരാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ. ലിമിറ്റേഷൻസ് ആക്ട് മറ്റേതല്ല, ലിമിറ്റേഷൻസ്. പിന്നെയുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യം, കേസ് കൊടുത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു ദിവസം കൂടിയാണ്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ആ കാര്യങ്ങളൊക്കെ കേൾക്കുന്നതിന്. നിങ്ങളോട് പങ്കുവെക്കാനല്ല, നിങ്ങൾക്ക് കൂടെ പങ്കുവെക്കാനൊന്നുമില്ല, നിങ്ങളോട് പങ്കുവെക്കൂല, ഒരിക്കലും നിങ്ങളോട് അതൊന്നും പങ്കുവെക്കൂല. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഓരോ വെടിപൊട്ടിക്കുന്നതല്ലാതെ നിങ്ങളോടൊന്നും പങ്കുവെക്കൂല. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ എന്നെ പേഴ്സണലായി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ FIR കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ ഷെയർ ചെയ്യാമെന്നാണ് പറയാനുള്ളത്. അപ്പോൾ വളരെ സന്തോഷകരമായുള്ള ഒരു കാര്യമാണ്. നമ്മുടെ EDയുടെ അന്വേഷണം അവസാന ഘട്ടത്തിലാണ്. അവസാന ഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതാപൻ്റെ അടുക്കുന്ന എനിക്ക് കുറച്ച് വിവരങ്ങൾ മാത്രമേ കിട്ടുള്ളൂ. അത് ഇന്ന് നാളെ പുലർച്ചയോട് അത് കിട്ടുമെന്നാണ്. ഉറക്കൊക്കെ ഒഴിപ്പിച്ചിട്ട് കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതൊക്കെ പ്രതാപൻ സാറെ താനെ പറഞ്ഞുകൊള്ളും. അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ട് നടക്കുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട്. ഒരുപാട് ആൾക്കാർ കേസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് പ്രതാപൻ സാർ ശ്രീന വന്നിട്ട് പറഞ്ഞത്, ആർക്കെങ്കിലും വേറെ കമ്പനികൾ തേടി പോകണമെങ്കിൽ പോകാം, പിന്നെ ആർക്കെങ്കിലും നമ്മളെ കൂടെ ജയിലിൽ വരണമെങ്കിൽ അവർക്കും വരാം. ഓക്കെ, ബൈ.